വീണ്ടും മഴക്കെടുതിയിലേക്ക് പോകാം. കൊച്ചി കണ്ണമാലിയിലും എടവനക്കാടും കടലാക്രമണം രൂക്ഷം. നായരമ്പലത്തെ കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട പ്രദേശവാസികളുടെ പ്രതിഷേധം സംസ്ഥാന പാത ഉപരോധിക്കുന്നു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് തീരമേഖലയിൽ, എങ്കിലും അവർ വലിയ പ്രതിഷേധത്തിലാണ്. എന്താണ് പ്രദേശവാസികളുടെ പ്രതിഷേധം ഇത്ര കയർക്കാൻ ഉയർന്നു വരാൻ കാരണം? ഫിജി, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നായരമ്പലത്താണ്. നായരമ്പലം വെളിയത്താംപറമ്പ് ബീച്ചിന് സമീപമാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. ഈ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഇപ്പോൾ കടലാക്രമണം അതിരൂക്ഷമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് പിന്നിൽ കാണാം, ഈ കടൽ വളരെ ശക്തമായി കടൽ അടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ആ വെള്ളം ഇങ്ങോട്ടേക്ക് ഒഴുകുകയാണ്. ഇപ്പോൾ ഇവിടെ നിറയെ വെള്ളം ഈ സമീപ പ്രദേശത്തെ ജനവാസ മേഖലയിലേക്കൊക്കെ തന്നെ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥിതിയാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് മുൻപ് വരെ ഇതായിരുന്നില്ല ഇവിടുത്തെ സ്ഥിതി. ഇവിടുത്തെ ഒരു പള്ളിമുറ്റത്താണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഒരു 15 മിനിറ്റ് മുൻപ് ഇവിടെ ഇതായിരുന്നില്ല സ്ഥിതി. വെറും 15 മിനിറ്റിനുള്ളിലാണ് ഈ വിഷയം ഇത്ര രൂക്ഷമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഈ വെള്ളം മുഴുവൻ ഒഴുകി ചെല്ലുന്നത് വിവിധ ആളുകളുടെ വീടുകളിലേക്കാണ്. ഈ മുറ്റത്തേക്ക് ഇവിടെ ഞാൻ നിൽക്കുന്ന ഇടത്തൊക്കെ തന്നെ, അതായത് ഞാൻ നിൽക്കുന്ന കാലിനടിയിലെ മണലൊക്കെ ഒലിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അതായത് അത്ര ശക്തമായിട്ടുള്ള ഒരു കടലാക്രമണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ വെള്ളം വരുന്നത് വലിയ ഫോഴ്സിലാണ്, വലിയ തോതിലുള്ള വെള്ളം ഒഴുക്കാണ്. ഇത് മുഴുവൻ ഈ വീടുകളിലേക്ക് ഈ ഭാഗത്തുള്ള വീടുകളിലെല്ലാം വെള്ളം നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഏകദേശം ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെ ഇതായിരിക്കും സ്ഥിതി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ബന്ധപ്പെട്ട എന്താണ് ഇവരുടെ അഭിപ്രായം, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇവിടെ ഇപ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? എന്താണ് സത്യത്തിൽ ഇവിടുത്തെ ഇപ്പം ഞങ്ങൾക്കൊരു 400 കുടുംബങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ അധികാരികളെന്ന് പറഞ്ഞ് ക്യാമ്പിലേക്ക് മാറുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ക്യാമ്പിലേക്ക് മാറില്ല. കാരണം 20 വർഷമായിട്ട് ഞങ്ങളെ ക്യാമ്പിലിട്ടും അവിടെ ഇട്ട് ഇവിടെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഭരണാധികാരികൾ. ഇനി ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകില്ല, ഇവിടെ ചത്താതി ശരി പോകില്ല. സജ്ജീകരിക്കാൻ വേണ്ടി ഇന്നലെ തീരുമാനിച്ച് ഞങ്ങൾ പോകില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി വരില്ല, ക്യാമ്പിലേക്ക് പോയി തീരുമാനം. രാവിലെ ഇവിടെ ഉപരോധ സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഇതിലിപ്പോ വിളിച്ചിട്ടുണ്ടല്ലോ. ചർച്ചയിൽ പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്ന ചെല്ലാനും ചെയ്തേക്കുന്ന പോലെ ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തരണം. ചെയ്തു തരണം. 20 വർഷമായി ആദ്യം ഇവിടെ ഒരു 3 കല്ലാണ് ആദ്യം പോയത്. അന്ന് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷെ അതിനുശേഷം അപ്പോഴും അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഒത്തിരി പരാതികൾ ഞങ്ങൾ പല വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത്ര കാലമായിട്ടും ഞങ്ങൾക്ക് അവർ ഒരു കല്ലെടുത്ത് വെക്കാനുള്ള ഒരു സജ്ജീകരണം ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ വർഷം വീണ്ടും എല്ലാ വർഷവും ഒരു 3-4-5 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ക്യാമ്പുകളിൽ പോകാറുണ്ട്. തിരിച്ചു വരും. അവര് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ അവർക്ക് ഒരു ശല്യമായ രീതിയിലാണ് മാറുന്നത്. അപ്പോൾ ആ ഒരു ദുരവസ്ഥ ഇനി ഉണ്ടാകാണ്ടിരിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ മുന്നോടിയായിട്ട് ആദ്യ സമരം എന്ന രീതിയിൽ ഇന്ന് പ്രതിഷേധ സമരം നടത്തി. അതിന്റെ സ്ഥാനത്തിൽ കളക്ടർ ഇന്ന് വിളിപ്പിച്ചിട്ടുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ ആളുകളും ഇവിടുത്തെ പ്രദേശവാസമൊക്കെ അങ്ങോട്ടേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം MLA ഇവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നല്ലോ. MLA എന്ന വ്യക്തി എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച MLA ഇതുവരെ ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇന്നലെ ശക്തമായ രീതിയിൽ കടൽക്കയറ്റമുണ്ടായി. ഈ കേരളത്തിലെ ന്യൂസുകൾ മുഴുവനും നിറഞ്ഞു നിന്ന ഒരു പ്രദേശമാണ് ഇവിടെ വെളിയത്താംപറമ്പ്. ഈ MLA ഇവിടെ ഒന്ന് വരികയോ ഞങ്ങളെ ആരെങ്കിലും നേരിട്ടൊന്ന് സംസാരിക്കുകയോ ഒരു ആശ്വാസവാക്ക് പറയോ ഇത് ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. ഇന്ന് പ്രതിഷേധ സമരം നടക്കുമ്പോൾ ഒരു ന്യൂസ് ചാനലിലൂടെ ലൈവ് മൊബൈലിലൂടെ ഞങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഞങ്ങളത് വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാതെ ഇവിടെ വന്ന് ഇതൊന്ന് കാണുവാനോ ഞങ്ങൾ ആശ്വസിപ്പിക്കാനോ തയ്യാറാത്ത ഒരു MLA ഫോണിലൂടെ അല്ല ഞങ്ങളെ ബന്ധപ്പെടേണ്ടത്. ഞങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച MLA ഇവിടെ കണ്ട് ഞങ്ങളുടെ സംഘടന കേൾക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്ക് ഇവിടെ എല്ലാനും മോഡൽ, അതായത് ടെട്ടോ ബോർഡ് യും പുലിമുട്ടുകളും നൽകണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഏകദേശം 350 കിലോമീറ്റർ അത്ര ഈ കാണുന്ന താൽക്കാലികമെങ്കിലും ഒരു കല്ലെടുത്ത് മാർഗം ചെയ്തു തരും. ചേട്ടാ, ഇവിടെ ഈ കടലിന്റെ സൈഡിലായിട്ട് ഏകദേശം എത്ര വീടുകളുണ്ട്? ഇങ്ങനെ പെട്ടെന്ന് ആക്രമണം അടിക്കാൻ
ഇതൊന്നും കടലിന്റെ സൈഡായിട്ട് ഞങ്ങളിപ്പോ തീരദേശവാസികൾ എല്ലാം ഈ ഇവിടെ തന്നെയാണ്. ഈ കടൽ വിത്തില കുറച്ച് ഒരു 20-50 മീറ്ററൊക്കെ പരിധിയിലാണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വാർഡില് ഏകദേശം 420 വീടുകളുണ്ട്. ഈ താമ്പറമ്പ് നായരമ്പലം 12-ാം വാർഡില് ഏകദേശം 420 വീടുകളുണ്ട്. അതിലിപ്പോൾ ഏകദേശം ഇന്നത്തോടും കൂടി ഏകദേശം 200-250 വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞു. ഇനി ഇതിങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ കാണുന്ന മണൽവാടം മുഴുവൻ തകരും. ഈ 420 വീടുകളിലും വെള്ളം കയറും. കഴിഞ്ഞ വർഷങ്ങളിലും ഇതായിരുന്ന അവസ്ഥ. ഈ 420 വീടുകളോളം വെള്ളത്തിൽ തന്നെയായിരുന്നു. അവര് കുട്ടികളെയും പ്രായമായ ആളുകളെയും കൊണ്ട് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോ 11 മണിയൊക്കെ ആയപ്പോഴേക്കും വെള്ളം കയറി. ഇനി ഇത് എത്ര നേരം ഇത് ഇങ്ങനെ? 2:30-3 മണി വരെയൊക്കെ ഉണ്ടാകും ഏകദേശം. അത് കഴിഞ്ഞ് കുറച്ച് താൽക്കാലികമായി കുറച്ച് ആശ്വാസം വരും. രാത്രി വീണ്ടും കയറും. അത് വേലിയേറ്റം അനുസരിച്ചാണ് ഇത്. അപ്പോൾ വേലി ഏറ്റ സമയത്ത് വെള്ളം കൂടുതലായിട്ട് കയറും. ഇപ്പൊ ഒരു കാറ്റിന് ഒരു അല്പം ശമനമുണ്ട്. കാറ്റും കൂടി ആയാൽ ഇതല്ല അവസ്ഥ. ഇന്നലത്തെ അവസ്ഥ ഇതൊന്നും ആയിരുന്നില്ല. അതിന്റെ സമയമാകുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ കേരളം മുഴുവൻ കണ്ടതാണ് ശരിക്കും. കാരണം നമ്മൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഈ പള്ളി ഞാൻ ഈ പള്ളിയിലെ കപ്പേരും കൂടിയാണ്. ഈ പള്ളിയിലെ കപ്പേരാണ് ഞാൻ. അപ്പൊ ഈ പള്ളിക്ക് അകത്ത് വരെ വെള്ളമായിരുന്നു ഇന്നലെ. ഇന്നും ഇതിന്റെ ഈ തുടർന്ന് പോവുകയാണ് ഇത് തന്നെ അവസ്ഥ. രാത്രി എത്ര മണിക്കൊക്കെ ആയിരിക്കും ഇങ്ങനെ വെള്ളം കയറുന്നത്? രാത്രി ഏകദേശം 12 മണി 1 മണിയൊക്കെ. നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഇന്നലെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങള് കട്ടിലിന്റെ മുകളിലേക്ക് കയറിയിരിക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാനായിട്ട് വേറെ നിവൃത്തിയില്ല. പരമാവധി മാക്സിമം കട്ടിലിന്റെ മുകളിലേക്ക് കയറിയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ വീടുകളിലൊക്കെ വീട്ടു സാധനങ്ങളൊക്കെ കട്ടിലിന്റെ മുകളിലും മേശയുടെ മുകളിലൊക്കെ ആക്കി വെച്ചേക്കുന്നതാണ്. കാരണം എപ്പോ വേണമെങ്കിലും വെള്ളം കയറാം. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇപ്പൊ ഇന്നത്തെ ചർച്ചയില് ഇന്നത്തെ ചർച്ചയിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പുകളിലേക്ക് മാറാനായിട്ട് സമ്മതിക്കും? ഇല്ല, പോകുന്നതിന് തീരുമാനം. കാരണം അനുകൂലമായ ഒരു വിധി കളക്ടറിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്കും കളക്ടർക്കും ഉണ്ട്. കാരണം ഈ ഏകദേശം 10,000-2000 വരുന്ന ജനം, ആ ജനത്തിനെ ഒരു ഇതിലേക്ക് തള്ളിവിടാൻ എന്തായാലും അവർ ശ്രമിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചർച്ചയിലൂടെ ഉരുത്തിരിയുമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പുകളിലേക്ക് പോകും? തൽക്കാലം ക്യാമ്പുകളിലേക്ക് പോകുന്നില്ല. ഇത് വെള്ളം കയറുന്നത് ഞങ്ങൾ ഇത്ര വർഷമായിട്ട് അനുഭവിക്കുന്നു. ഈ വർഷം ഇവിടെ കിടന്ന് തന്നെ അനുഭവിക്കാനുള്ള തീരുമാനം. അതിനകത്ത് എന്ത് സംഭവിച്ചാലും അത് ഓരോ വ്യക്തികളും ഉത്തരവാദിത്വം തന്നെ. അവര് എല്ലാ വീടുകളിലും കാരണന്മാരൊക്കെ ഉണ്ട്, കുട്ടികളുമുണ്ട്. പക്ഷെ എങ്കിലും എല്ലാവരെയും ഒരു പരിധിവരെ സംരക്ഷിക്കണം. വീടുകളിൽ തന്നെ നിർത്തിക്കൂടെ സംരക്ഷിക്കും. ഫിജി, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഇവർ എന്ത് തീരുമാനം ഉണ്ടായാലും ഇവർ ക്യാമ്പുകളിലേക്ക് പോകില്ല എന്നൊരു കാര്യമാണ് ഇവർ വ്യക്തമാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഉറച്ച നിലപാടിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. നമുക്കറിയാം, കടൽ കുറച്ചുകൂടി ക്ഷോഭത്തോടെ അടിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നിലവിലുള്ളത്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ട രീതിയിലേക്ക് ഇത് മാറും. ഇവിടെ ആളുകൾക്ക് നിൽക്കുന്നതിനും ഒക്കെ തന്നെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന ഒരു സ്ഥിതിയുമുണ്ട്. മണലാണ് ഇത് മുഴുവനും. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വളരെ അപകടകരമാണ്. ഇവിടെ കുട്ടികളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അതായത് കുട്ടികളൊക്കെ ഇവിടെ ശരിക്കും ഇതിലൂടെ നടക്കുന്നതൊക്കെ തന്നെ വലിയ അപകടമാണ്. ഇവർ ഏത് നിമിഷവും ഇവരുടെ കാലിടറുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. എന്തായാലും വളരെ ദുർപൂർണമായ ഒരു ജീവിതം തന്നെ ഈ ഭാഗത്തുണ്ട്. ചെല്ലാനത്ത് മാത്രം അത്തരത്തിലുള്ള ഒരു ചെറിയ ഇടപെടലുകൾ ചെറുതല്ല, പക്ഷേ ചെല്ലാനത്ത് മാത്രം ഇടപെടലുകൾ നടത്തിയത് കൊണ്ട് ഇത് കാര്യമില്ല. കൊച്ചിയിലെ പ്രദേശത്ത് ഇനിയും ആളുകൾ, നിരവധി ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ കൂടി കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതാണ്. അതിനുകൂടി ശാശ്വതമായ പരിഹാരം ഉണ്ടാകേണ്ടതാണ്. ഫിജി.